ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ. വെൽക്കം ടു ജിജെ വേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള സിനിമ പൈങ്കിളിയാണ്. ജിത്തു മാധവൻ റൈറ്റ് ചെയ്തിട്ട് ശ്രീജിത്ത് ബാബു ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സച്ചിൻ ഗോപു നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് പൈങ്കിളി. അനശ്വര രാജൻ, പിന്നെ ചന്തു സലിം കുമാർ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്, മറ്റേ നമ്മുടെ ആവേശത്തിലൊക്കെ ഉള്ള പയ്യനൊക്കെ ഉണ്ട്. ഒരുപാട് ആക്ടേഴ്സ്, അബു സലീം, അങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് തകർത്ത് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് നമ്മുടെ പൈങ്കിളി. സോ നമുക്ക് ആദ്യം സിനിമയുടെ ഒരു മെയിൻ ഒരു സ്റ്റോറി പറയാം. സ്റ്റോറി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വളരെ പൈങ്കിളിയായിട്ടുള്ള, വളരെ ഈ ഫേസ്ബുക്കിലൊക്കെ കുളിർ പോസ്റ്റുകളൊക്കെ ഇടുന്ന അങ്ങനത്തെ ടൈപ്പ് ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മുടെ സച്ചിൻ ഗോപു പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. സുജിത് കുമാർ എന്നാണ് സ്വയം അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം തന്നെയാണ് എപ്പോഴും ആരോട് പറയുമ്പോഴും സുജിത് കുമാർ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. പേര് പോലെ തന്നെ ഈ നമ്മുടെ സുഗു വളരെ പൈങ്കിളിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത്തരം ആ ഒരു മൈൻഡിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും. സോ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലുള്ള ആൾക്കാരുടെ ഒരു കഥയാണ്. സോ നമ്മൾ റിയൽ വേൾഡിൽ നടക്കുന്ന രീതിയിലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ഇതൊക്കെയാണ് റിയാലിറ്റി. വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് സിനിമ ഡയലോഗ് റെഫറൻസ് എടുത്ത് സംസാരിക്കുകയും വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അഭിനയിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം രീതിയിൽ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഇത്തരം ഒരു പൈങ്കിളിയായിട്ടുള്ള ആൾക്കാരുടെ ഒരു രീതി എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് ഈ സിനിമയിൽ. സോ ആ ഒരു മൈൻഡ് വേണം ഇത് കാണാനായിട്ട്, അല്ലാതെ ഇത് റിയൽ വേൾഡിൽ ഇങ്ങനെ നടക്കും അങ്ങനെയൊന്നും ചിന്തിച്ച് കാണരുത്. പിന്നെ ഇതിൽ കുറച്ച് എന്താ പറയുക, പിന്നീട് അങ്ങോട്ട് കഥ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പൈങ്കിളിയായിട്ടുള്ള ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കുറേ ഇവൻറ്റ്സ് വരുന്നു. സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരാളായിട്ട് ജീവിക്കേണ്ടി, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നു. അതിനിടയിൽ കൂടെ പാരലലി അനശ്വരയുടെ ലൈഫ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എന്ത് കാരണം ഉണ്ടെങ്കിലും ഒളിച്ചോടി പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അനശ്വര. സോ അങ്ങനെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു മിക്സഡ്, ഒരു രണ്ട് തരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു. പിന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുകയും ബാക്കി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് കഥ. സോ കഥയിൽ ഒരു പ്രധാന ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ അനശ്വരയുടെ ക്യാരക്ടർ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചാടിപ്പോകുന്നതെന്നുള്ളൊരു ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇന്ന കാരണം കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടി ചാടുന്നത് എന്നുള്ളൊരു ഉത്തരം സിനിമയിൽ ഡയറക്ടർ കാഴ്ചവെച്ചിട്ടില്ല. സോ നമ്മളത് കൺഫ്യൂസ്ഡാണ്. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡാണ്, എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. പിന്നെ ഇതിനകത്ത് ഭയങ്കര ഹ്യൂമറാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിക്കാനായിട്ടുള്ള രംഗങ്ങളാണ്. എസ്പെഷ്യലി ഏറ്റവും ചിരി വരുന്ന ആശുപത്രിയിലൊക്കെ ഒരു രംഗമുണ്ട്, ഇൻ ദ മിഡിൽ ഓഫ്, അത് പറയുന്നില്ല കാരണം അതിൻ്റെ ആ ഒരു സ്പോയിലായി പോകും. സോ ഒരുപാട് ചിരിക്കാൻ, മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റും. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ലോജിക് ഇല്ല എന്നുള്ളതാണ് ഈ സിനിമയിൽ. ലോജിക് എന്നുള്ള സാധനം മാറ്റിവെച്ച് വെറുതെ ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കഥ മനസ്സറിഞ്ഞ് ചിരിക്കണമെങ്കിൽ ഒരുപാട് ജോക്സ്, എസ്പെഷ്യലി സച്ചിൻ ഗോപു വളരെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്യൻ്റ് പെർഫോമൻസ്, എസ്പെഷ്യലി പല സീനുകളിലും കലാമണിയുടെയൊക്കെ ഒരു ആക്ഷനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. സോ അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ആ ഒരു പെർഫോമൻസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. വളരെയധികം തമാശ നിറഞ്ഞ, വളരെ എന്താ പറയുക, മനസ്സിങ്ങനെ ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് ഹ്യൂമറസ് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഇപ്പൊ ചന്തു സലിം കുമാർ ആണെങ്കിലും സാധാരണ സിനിമകളെ അപേക്ഷിച്ച് നല്ലൊരു രീതിയിൽ ഉള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണ അദ്ദേഹം ചില സിനിമയിലേക്ക് വളരെ ഉഴപ്പി അഭിനയിക്കും. ഇതിനകത്ത് പലപ്പോഴും അദ്ദേഹത്തിന്റെ മാനറിസവും കാര്യങ്ങളും മേ ബി പറഞ്ഞ് ജയിച്ചതായിരിക്കാം, സലീം കുമാറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാനറിസവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. വളരെ നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സച്ചിൻ ഗോപു, നമുക്ക് അത് പറയേണ്ട കാര്യമില്ല, പുള്ളി ഒരു കിടിലൻ പെർഫോമറാണ്. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിനെ വളരെ 100% ജസ്റ്റിഫൈ ചെയ്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ സൂപ്പറാണ്. പിന്നെ എടുത്തു പറയേണ്ടത്, സർപ്രൈസിംഗ്ലി ഗുഡായിട്ട് വന്നിരിക്കുന്ന അബു സലീമാണ്. അബു സലീമിന് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് സച്ചിൻ ഗോപുവിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. വളരെ ഓവറായി പോകാൻ സാധ്യതയുള്ള ആ ഒരു മീറ്റർ പിടിച്ച്, ആ ഒരു ഓവർ ആവാതെ ആ ഒരു ബാലൻസ് ചെയ്തുള്ളൊരു മീറ്റർ പിടിച്ചാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ട്, വളരെ സക്സസ്ഫുള്ളായിട്ട് അതും നടന്നിട്ടുണ്ട്. ആ ഒരു പെർഫോമൻസ് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സച്ചിൻ ഗോപുവിൻ്റെ അമ്മയുടെ ക്യാരക്ടർ പ്രയോഗിക്കുന്ന, അവരുടെ പേര് എനിക്ക് മനസ്സിലായില്ല, ഒരു പുതിയ ആക്ട്രസ് ആണ്, ഒരുപാട് സിനിമയിലൊന്നും കണ്ടിട്ടില്ല. അവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ വേഷം, വലിയ വേഷമായിട്ട് വന്നു പോകുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിലും അനശ്വരയുടെ ക്യാരക്ടർ ഒരു ഭയങ്കര എന്താ പറയുക, എല്ലാ സിനിമയിലും ഒരേ അഭിനയം കാഴ്ചവെക്കുന്ന പോലെ തോന്നുന്നു. ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രേഖാചിത്രം പോലത്തെ സിനിമകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രേഖാചിത്രം, നേരെ എന്നൊക്കെ ഉള്ള സിനിമയിൽ അനശ്വര ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പല നടയിലാണെങ്കിലും, ഇപ്പോൾ ഈ ഇടയ്ക്ക് കണ്ട പുണ്യാളൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണെങ്കിലും, ഇപ്പോൾ ഈ സിനിമയാണെങ്കിലും എല്ലാത്തിനും ഒരേ സ്റ്റൈലിൽ ആക്ടിങ് കാഴ്ചവെച്ച പോലെ ഫീൽ ചെയ്തു. സോ അനശ്വരയുടെ ഒരു റോള് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്
ഒരു പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്നുള്ളത് സിനിമ തീരുന്നവരെയും പറയുന്നില്ല. സോ ആ ഒരു ക്ലാരിറ്റി, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റിയും കൊണ്ട് എനിക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി ഈ സിനിമയിൽ എന്താ പറയുക, നമ്മൾ ഈ ഫേസ്ബുക്ക് അമ്മാവന്മാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ആ ഒരു രീതി സംസാരിക്കുന്ന, ഒരു വളരെ ഡ്രമാറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു പോകുമ്പോൾ നമുക്ക് വളരെയധികം ചിരിക്കാനുള്ള സീനുകളുണ്ട്. ഞാൻ പോയ തിയേറ്ററിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് കൃപ തിയേറ്ററിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. ഒരു ഫുള്ളായിട്ടുള്ള ഒരു ക്രൗഡൊന്നും അല്ല, പക്ഷെ എന്നാലും ഉള്ളവർക്ക് എല്ലാവർക്കും ചിരിക്കാനുള്ള വക സിനിമ ഒരുക്കുന്നുണ്ട്. ഓർത്ത് ചിരിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. സോ നിങ്ങൾ അത്തരം ഒരു കോമഡി സിനിമ ഫുൾ ഔട്ട്, എന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് ചിരിക്കാനായിട്ടൊരു സിനിമയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. പക്ഷേ ലോജിക്ക് എന്നുള്ളത് മാറ്റി വയ്ക്കുക. ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ മൊത്തം മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ലൈക്ക് എന്താ പറയുക, മൊറാലിറ്റി അങ്ങനെ ചിന്തിക്കരുത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചിന്തിക്കരുത്. ഇതിൽ എന്താ പറയുക, ബോഡി ഷെയ്മിങ് ഉണ്ട്, കളറ് ബേസ് ചെയ്തിട്ടുള്ള ഷെയ്മിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതൊന്നും ചിന്തിക്കരുത്. പിന്നെ കഥയുടെ ലോജിക്കും ചിന്തിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാം, മനസ്സറിഞ്ഞ് ചിരിക്കാനായിട്ട് ഒരു സിനിമ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം. ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ആണ്. അത് കൊടുക്കാനുള്ള മെയിൻ റീസൺ, അത്രയെങ്കിലും കൊടുക്കാനുള്ള റീസൺ നമ്മുടെ സജിത് ഗോപുവിൻ്റെ പെർഫോമൻസും പിന്നെ ഇതിനകത്തുള്ള ഒരു ജോക്സിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. വളരെയധികം നന്നായിട്ട് തമാശകളെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞിങ്ങനെ ചിരിച്ച് കണ്ടിരിക്കാൻ പറ്റും. സോ അങ്ങനെ 2.5 ആണ്. സോ വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു വാലന്റൈൻ സ്പെഷ്യൽ, ഒരു ലവ് സ്റ്റോറി, ഒരു പൈങ്കിളി പ്രണയകഥ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതേ അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റഭിപ്രായങ്ങളോ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJverse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ കാണാം. അതൊരു കിഡ്സ് മീ ജീജ സൈനിങ് ഓഫ്. ബൈ.